ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആരോറൂട്ട് പൗഡർ അല്ലെങ്കിൽ കൂവപ്പൊടി വെച്ചുകൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ്. വളരെ ഹെൽത്തിയായ ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് കൂവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കൂവപ്പൊടി ഭയങ്കര ഹെൽത്തി ബെനിഫിറ്റ് ഉള്ളതാണ്. നമുക്ക് വയറ് കാളിച്ച അതുപോലെ തളർച്ചയൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിങ്ങനെ കാച്ചി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്ഷീണമൊക്കെ മാറ്റാൻ നല്ലൊരു ഡ്രിങ്കാണ്. ഇനിയിപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് പോലെ കൊടുക്കാം. നമുക്ക് പിന്നെ നോമ്പിനൊക്കെ നല്ലൊരു ഡ്രിങ്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ പൊടി ഒന്ന് കലക്കിയെടുക്കുക. അതിന് കട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. ഇനി നമുക്ക് നല്ല കലക്കി വെച്ച ഈ കൂട്ടിലേക്ക് നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് കുറച്ച് 2-3 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല കട്ടിയല്ല, ഒരു മീഡിയം സൈസ് കട്ടിയിലുള്ള ഇതിനാണ് ഞാൻ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അളവ് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടുപ്പത്ത് വെച്ച് തുടരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും പഞ്ചസാരയും നമ്മളിതിൽ ചേർക്കും. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും വേണം. അതേപോലെ ആ ഉപ്പിനൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു പഞ്ചസാരൻ്റെ പഞ്ചസാര ഒത്തിരി ഇട്ടാൽ മതി. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കണമെന്നില്ല. അപ്പം ഞാൻ ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു 3/4 ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. ആ പഞ്ചസാര ബാലൻസ് ചെയ്യാനുള്ള ഒരു ഉപ്പ് അത്രേ വേണ്ടുള്ളൂ. അതിനുള്ള ഉപ്പ് മതി. പഞ്ചസാര അതുപോലെ പഞ്ചസാര തീരെ നിർബന്ധം തന്നെ ഇല്ല, വേണമെന്നുള്ളവർക്ക് അത് ഉപ്പിട്ട് കുടിക്കാൻ പറ്റാത്തവർക്കാണ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു നിർബന്ധമില്ല, ഓപ്ഷണലാണിത്. നമ്മൾ ഹെൽത്തായിട്ട് കഴിക്കുന്ന സാധനത്തിൽ പഞ്ചസാര ചേർക്കുന്ന അത്ര നന്നൊന്നുമല്ല. ഇപ്പോൾ ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്, കട്ടിയായി വന്നിട്ടുണ്ട്. നമ്മളെ കൂവപ്പൊടി കാച്ചിയ വെള്ളം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. നമുക്ക് കടകളിൽ നിന്നൊക്കെ ആരോറൂട്ട് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇത് കൂവപ്പൊടി തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ നാടുകളിൽ തന്നെ. അപ്പോൾ എല്ലാവരും വാങ്ങിയൊന്ന് ട്രൈ ചെയ്യുക. നമ്മളൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയും വെള്ളത്തിൻ്റെ പോലെയാണ്, നല്ല കട്ടിയുമില്ല എന്നാൽ നല്ല വെള്ളം പോലെയല്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.